ഫെലിക്സ്, ഇപ്പൊ ഈ മട്ടന്നൂരിൽ നിന്നുള്ള ദൃശ്യം അതും പേടിപ്പിക്കുന്നതാണ്. ഇത് ഈ ജനവാസ മേഖലയിൽ, അതായത് ഒരു കാറ് ഏറെക്കുറെ ഭൂരിഭാഗം മുങ്ങിക്കിടക്കുന്ന ഒരു ദൃശ്യം കാണാൻ കഴിയുന്നുണ്ട്. ഇത് വീടിനൊക്കെ അടുത്തേക്ക് കയറി ഒഴുകുന്നതാണോ? ഇത് മട്ടന്നൂർ കൊട്ടാരം പെരിയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് ഇന്നലെ രാത്രിയാണ് ഈ കനത്ത മഴയിൽ റോഡിലേക്ക് വെള്ളം കയറിയിരുന്നു. റോഡാണ്, റോഡിലേക്ക് ഈ പുഴയിൽ നിന്നും വയലുണ്ട്, വയലിൽ നിന്നും വെള്ളം കയറി, അങ്ങനെ റോഡ് നിറയെ വെള്ളമായിരുന്നു. പക്ഷേ ഇത് വലിയ വെള്ളമുണ്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനയാത്രക്കാർ കാർ ഓടിച്ചു കൊണ്ടുപോയി. ആ സമയത്താണ് ഇത് വാഹനം മുഴുവൻ മുങ്ങുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഉടൻ തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന 2 യാത്രക്കാരും ഇറങ്ങി നീന്തി അവർക്ക് നീന്തൽ അറിയാവുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. നീന്തി പുറത്തേക്ക് വരികയാണ് ചെയ്തത്. കർണാടക രജിസ്ട്രേഷൻ കാറാണ് മുങ്ങിയത്. ആദ്യം ഈ റോഡിൽ കൂടി വെള്ളമുണ്ട്, ആ റോഡിൽ കൂടി വാഹനം ഓടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ചെറിയ വെള്ളമേ ഉള്ളൂ എന്നാണ് ഇവർ കരുതിയത്. പക്ഷെ അത് വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. അങ്ങനെ വാഹനം ഒഴുകി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഈ യാത്രക്കാർ തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നീന്തി കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഏതായാലും വലിയ രീതിയിൽ വെള്ളം ഈ പ്രദേശത്തടക്കം കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പുഴയോട് ചേർന്ന് ഒപ്പം ഈ വയലിനോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം വെള്ളം പെരുകിയും അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ കാർ ഏതാണ്ട് ഭൂരിഭാഗവും മുങ്ങി ഒഴുകിപ്പോയ സമയത്ത് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അവർക്ക് നീന്തൽ അറിയാവുന്നത് കൊണ്ട് തന്നെ നീന്തി കയറി ഈ റോഡിലേക്കും വീടുകളുടെ സമീപത്തേക്കും വരേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇത് ഈ തോട് വഴിമാറി ഒഴുകുന്നതാണോ, നിറഞ്ഞൊഴുകുന്നതാണോ, ഈ പുരയിടങ്ങളിലേക്ക് കയറി ഒഴുകുന്നതാണോ? അതെ, തീർച്ചയായിട്ടും ഇത് പുഴയോട് ചേർന്ന പ്രദേശമാണ്. പുഴയിൽ വലിയ രീതിയിൽ വെള്ളം കയറി അങ്ങനെ പുഴയോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശമാണ്. താഴ്ന്ന പ്രദേശത്തിലേക്കും ഈ വെള്ളം ഒഴുകിയെത്തി. അങ്ങനെയാണ് ഈ പറയുന്ന റോഡും പറമ്പും ഒക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങിയത്. പക്ഷേ ഈ വാഹനയാത്രക്കാർ തുടക്കത്തിൽ കരുതിയിരുന്നത് ഇത് ചെറിയ രീതിയിലുള്ള വെള്ളമാണ് റോഡിലുള്ളത് എന്നതാണ്. പക്ഷെ ഓടിച്ചു പോയ സമയത്താണ് ഈ വാഹനം തന്നെ ഒഴുകി പോകുന്ന സ്ഥിതിയിലേക്ക് വെള്ളം വാഹനത്തിന്റെ ബോണറ്റിന് മുകളിലേക്ക് ഈ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത്. അങ്ങനെ ഒഴുകിപ്പോകാൻ തുടങ്ങിയപ്പോൾ യാത്രക്കാർ 2 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കർണാടക രജിസ്ട്രേഷൻ കാറാണ്. ആ 2 പേരും വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി നീന്തി കയറി രക്ഷപ്പെടുകയായിരുന്നു. ഈ വെള്ളക്കെട്ടുണ്ടാകുന്ന മേഖലകളിൽ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. വെള്ളത്തിന്റെ അളവ് ഇന്നതായിരിക്കുമെന്ന് കണക്കുകൂട്ടി വാഹനം ഓടിച്ചിറങ്ങുക, അവിടെ നിന്ന് ഒഴുകി പോവുക. ജനങ്ങൾ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വാതിലൊന്ന് തുറക്കാൻ കഴിയാതെ ബ്ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ അവനവന്റെയും കൂടെയുള്ളവരുടെയും ജീവൻ തന്നെ അപകടത്തിലാകുന്ന സാഹചര്യങ്ങളെ അത്തരം സാഹചര്യങ്ങൾ റിസ്ക് എടുക്കാൻ കഴിയുന്ന മനോഭാവം ഈ മഴക്കാലത്തൊന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ഫെലിക്സ്, ഈ ഇവരേത് വഴിയിലാണ് യാത്ര ചെയ്തിരുന്നത്? ഇതിപ്പോ ഏതോ ഒരു പുരയിടത്തിലേക്ക് വാഹനം കയറി കിടക്കുന്നത് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഇതിനടുത്ത് ദേശീയപാതയോ അങ്ങനെ ഉള്ള സാഹചര്യമാണോ? ഇത് റോഡാണ്, ഇത് പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിന്റെ വശത്തുള്ള പറമ്പിലേക്കാണ് ഈ പറയുന്ന ഈ കാറ് ഒഴുകി കയറിയിരിക്കുന്നത്. ഇവരിത് എങ്ങോട്ട് പോവുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഈ വെള്ളം ഈ റോഡിൽ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അത് കണക്ക് കൂട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് ചെറിയ രീതിയിലുള്ള വെള്ളമാണ് എന്ന് കരുതിയാണ് ഈ റോഡിലൂടെ ഈ വാഹനം ഓടിച്ചു കയറ്റിയത്. ആ സമയത്താണ് ഈ പറയുന്ന രീതിയിൽ വെള്ളം ഉയർന്ന പ്രദേശത്തേക്ക് എത്തിയ സമയത്ത് ബോണറ്റിന് മുകളിലേക്ക് വെള്ളം ഉയരുകയും വാഹനം ഒഴുകി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെയാണ് ഇവരെങ്ങോട്ടാണ് യാത്ര പോയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും കർണാടക രജിസ്ട്രേഷൻ കാറായിരുന്നു. 2 പേരാണ് യാത്രക്കാരായി ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു. അവർക്ക് അല്പം നീന്തൽ അറിയാവുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്താണ് ജില്ലയിലെ ഒരു പൊതു സാഹചര്യം? നേരത്തെ മതിലിടിഞ്ഞ് വീഴുന്ന ഭയാനകമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു കാറ്, അത് ശരിയാണ്, ആർക്കും അപകടം പറ്റിയില്ല, പക്ഷെ ആ ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. അത്രയ്ക്ക് വലിയ ദുരിതം കണ്ണൂർ ജില്ലയിൽ ആകമാനമുണ്ടോ? മാധു, ഇന്നലെ രാത്രിയടക്കം ശക്തമായ മഴ കണ്ണൂർ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടു. ജലനിരപ്പ് ഈ പുഴകളിൽ ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയോര മേഖലയിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടകിലടക്കം ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൂർ ഇരിട്ടിയിലുള്ള പഴശ്ശി ഡാം തുറന്നു. അങ്ങനെ വലിയ രീതിയിൽ പുഴകളിലേക്ക് വെള്ളം എത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളപട്ടണം പുഴയിലടക്കം ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. അങ്ങനെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതാണ് ഈ പുഴയോരത്തുള്ള പ്രത്യേകിച്ചും താഴ്ന്ന പ്രദേശങ്ങളിൽ ഉള്ള സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും റോഡുകളിലേക്കും വ്യാപകമായി വെള്ളം എത്താനും അവിടെ വെള്ളം കയറി വലിയ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഇടയാക്കിയത്. ഇപ്പോൾ മഴയ്ക്കല്പം ശമനമുണ്ട്. ഇടയ്ക്ക് മഴ തോരുന്നുണ്ട്. പക്ഷേ ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. തുടർച്ചയായി 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കണ്ണൂർ ജില്ലയിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ ശക്തമായ മഴ തുടരുന്നതിനാൽ ഒരുപക്ഷെ വെള്ളം ഇനി ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ
വലിയ രീതിയിൽ പ്രതിസന്ധി രൂക്ഷമാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, പുഴയോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങൾ, വയലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞ് എവിടെയെങ്കിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം അടക്കമുണ്ടോ? ജില്ലാ ഭരണകൂടം അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറാണ് എന്നതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ NDRFന്റെ സംഘവും ദുരന്ത നിവാരണ സേനയുടെ 10 സംഘങ്ങളൊക്കെ തന്നെ തയ്യാറാണ് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും താഴ്ന്ന മേഖലയിൽ, അതായത് നഗര മേഖലയിലും ഒപ്പം തന്നെ മലയോര മേഖലയിലും സ്ഥിതി ഈ ഒരേ രീതിയിലാണ്. അതായത് മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അടക്കാത്തോട് പാലത്തിന് സമീപം മണ്ണിടിഞ്ഞ് പാൽച്ചുരത്തിൽ ഇന്നലെ മണ്ണിടിഞ്ഞിരുന്നു. പാൽച്ചുരത്തിലൂടെ കണ്ണൂർ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീതി തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ മഴക്കാലങ്ങളിലൊക്കെ സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ള മേഖലകളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ? ഈ മണ്ണിടിച്ചിൽ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, അതായത് ഉരുൾപൊട്ടലൊക്കെ നേരത്തെ സംഭവിച്ച ഇടങ്ങളിൽ നിന്ന് ആളുകൾ എല്ലാ മഴക്കാലത്തും ഇപ്പോൾ ചെയ്യുന്നത് അവർ ടൗണിലേക്ക് മാറി താമസിക്കുക എന്നതാണ്. അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഈ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ പൂളക്കുറ്റി അടക്കമുള്ള മേഖലയിലുള്ള ആളുകൾ മഴ പെയ്യുന്ന സമയത്ത് എല്ലാ മഴക്കാലത്തും അവർ ടൗണിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ്. മഴ കഴിഞ്ഞ് തിരിച്ചു വരിക എന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ മാറി താമസിച്ചിട്ടുണ്ട്. അതേസമയം ആ പ്രദേശങ്ങളിൽ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളുമുണ്ട്. അവർ ഭീതിയോടുകൂടി തന്നെയാണ് കഴിയുന്നത്. കാരണം ഏത് നിമിഷവും ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ട് എന്നതാണ്. അതായത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു ദിവസം ഏതാണ്ട് 13 ഇടങ്ങളിലാണ് ഒരേ സമയം ഉരുൾപൊട്ടൽ ഉണ്ടായത് ഈ ഒരു മേഖലയിൽ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് വലിയ ഭീതിയുണ്ട്. കുറെ ആളുകൾ സ്വയം മറ്റിടങ്ങളിൽ പോയി താമസിക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത്. അതേസമയം ജില്ലാ ഭരണകൂടം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആവശ്യമാണെങ്കിൽ തുറക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നില്ല. പക്ഷെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാണ് എന്നതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കം അറിയിക്കുന്നത്. ഏതായാലും ശക്തമായ മഴയുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല, സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയില്ല. അതേസമയം ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയത് കൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് സ്കൂൾ വാഹനങ്ങൾക്കൊന്നും തന്നെ എത്താൻ കഴിയുന്നില്ല. അങ്ങനെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തൊരു സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്.